വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ എമ്പുരാൻ തന്നെയാണ് പ്രധാനമായിട്ടും ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നത്. പ്രതീക്ഷകൾ വാനോളം ഉയർത്തി എമ്പുരാൻ അവതരിപ്പിച്ചിരിക്കുന്നു. കേരളത്തിൽ മാത്രം 750-ലധികം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ എമ്പുരാനെ കാണാനുള്ളത് ജനസാഗരം തന്നെയാണ്. പ്രസാദ് കാളിദാസൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാത്തിരിപ്പിന് അവസാനം കുറിച്ച് എമ്പുരാൻ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്നു. പ്രദർശനം തുടങ്ങിയിരിക്കുന്നു. ഇവിടെ വലിയ രീതിയിലുള്ള ആവേശം തന്നെയാണ് നമ്മൾ രാവിലെ വന്നപ്പോൾ കണ്ടത്. ഞാനിപ്പോൾ കവിതാ തിയേറ്ററിലാണ്. കവിതാ തിയേറ്ററിൽ തന്നെ ആരാധകരുടെ വലിയൊരു നിര തന്നെ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ എമ്പുരാന്റെ വരവ് കാണാനായി കാത്തിരുന്ന നിരവധി പ്രേക്ഷകരടക്കം ഇവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല താരങ്ങളും പ്രേക്ഷകരുടെ ഒപ്പം ഈ ഒരു ചിത്രം കാണാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത് തുടങ്ങി ലാലേട്ടൻ വരെ എത്തിയിട്ടുണ്ട്. ജോജു ജോർജ് അടക്കം മഞ്ജു വാര്യരടക്കം നിരവധി പേരാണ് ഈ 6 മണി ഈ ആദ്യത്തെ ഷോയ്ക്ക് പ്രേക്ഷകരോടൊപ്പം പ്രദർശനം കാണാനായിട്ട് എത്തിയത്. നിരവധി ആരാധകരുടെ പ്രതികരണങ്ങൾ അടക്കം നമുക്ക് ലഭിച്ചിരുന്നു. അവരത്രത്തോളം ആവേശത്തിലാണ്. ഇന്നലെ രാത്രി മുതൽ ഇവിടെ DJ പരിപാടികൾ അടക്കം തുടങ്ങിയിരുന്നു. അത് മാത്രമല്ല കേരളത്തിലൊന്നാകെ കവിതാ തിയേറ്ററിൽ മാത്രം ഒതുങ്ങുന്നില്ല ഈ ഒരു എമ്പുരാന്റെ രണ്ടാം വരവിന്റെ ആഘോഷം എന്ന് പറയുന്നത്. കാരണം കേരളത്തിൽ തന്നെ 750ഓളം തിയേറ്ററുകളിൽ, അത് മാത്രമല്ല ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായി എണ്ണമറ്റ തിയേറ്ററുകളിലും ഈ ചിത്രം പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട്. കേരളത്തിൽ 750ഓളം തിയേറ്ററുകളിൽ വരുന്നുണ്ട്. ഇന്ത്യയിലും ലോകത്തിലുമായി എണ്ണമറ്റ തിയേറ്ററുകളിലാണ്. വലിയ പ്രതീക്ഷയിലാണോ? വലിയ പ്രതീക്ഷയിലാണ്. എമ്പുരാൻ തൂക്കുമെന്ന് തന്നെയാണല്ലേ? ദൈവം അതിന് ഭാഗ്യം തരട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ നമ്മളും പ്രാർത്ഥിക്കുന്നു. നമ്മൾ അതിന് വർക്ക് ചെയ്തിരിക്കുന്നു. അതിയായി സന്തോഷം. ആശംസിക്കുന്നു സാർ. ഓൾ ദി ബെസ്റ്റ്. വല്ലാത്ത ദിവസമാണ്. ജീവിതത്തിൽ എന്നും സൂക്ഷിക്കുന്ന ദിവസമാണ്. സിനിമ റിലീസുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും ഇതുപോലുള്ളൊരു സ്വീകാര്യത, റിലീസിന് മുൻപ് തന്നെ സ്വീകാര്യത ഉണ്ടാകുന്നത് മലയാളത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ അത് സംഭവിക്കും തീർച്ചയായിട്ടും. ക്രൈസിസ് നേരിട്ടിരുന്നു. ആ സമയത്തൊക്കെ ഈ ദിവസം സ്വപ്നം കണ്ടിരുന്നതാണോ? അല്ല, ഇത് ചിന്തിച്ച ദിവസം മുതൽ, ഈ സിനിമയെക്കുറിച്ച് ആലോചിക്കുന്ന സമയം മുതൽ ഈ ഒരു ദിവസം സ്വപ്നം കണ്ടിരുന്നു. പ്രതിസന്ധികൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹമാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നിരിക്കുന്ന സപ്പോർട്ടുകൾ എല്ലാ കാലത്തും ഓർക്കും. കാരണം എന്താ വെച്ചാൽ ഇത് ഇത്രമാത്രം ജനങ്ങളിലേക്ക് ഇത്രയും സ്വീകാര്യതയോടുകൂടി എത്തിയത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. മോഹൻലാലിനോടൊപ്പം 37 വർഷമായി യാത്ര തുടങ്ങിയിട്ട് അതിന്റെ ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തമായി ഇതിനെ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ടാണ് 25 വർഷം സിനിമ നിർമ്മിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. നിലവിലെ ഒരു കണക്കെടുത്താൽ തന്നെ ഈ ഒരു പ്രീ ബുക്കിംഗ് സെയിൽ മാത്രമായി 60 കോടി കടന്നിരിക്കുകയാണ്. ഇനിയുള്ള ചില പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് വലിയ രീതിയിലുള്ള ആവേശം തന്നെ അവർ ആ പ്രതികരണത്തിൽ ഒതുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. 1000 കോടി കടക്കും എന്ന് തന്നെ പറഞ്ഞിരിക്കുന്ന ആരാധകരടക്കമുണ്ട്. എന്നിരുന്നാലും വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. ഇവിടെ ഇനിയും ആഘോഷങ്ങൾ അവസാനിച്ചിട്ടില്ല. ഈ ഒരു ഷോ എങ്ങനെയായിരിക്കുമെന്നുള്ള ഒരു കാത്തിരിപ്പിൽ കൂടിയാണ് ആരാധകരടക്കമെന്നുള്ളത്. ഏറെ നാളിന് ശേഷം ലാലേട്ടന്റെ ഒരു തിരിച്ചു വരവ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ആരാധകരടക്കം ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ രണ്ടാം വരവിൽ, അല്ലെങ്കിൽ ഇബ്രാഹിം ഖുറേഷിയുടെ രാജകീയ വരവിൽ, എമ്പുരാന്റെ പ്രൗഢഗംഭീര വരവിൽ അത്രത്തോളം ഹാപ്പിയാണ് പ്രേക്ഷകരും ആരാധകരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ക്യാമറ പേഴ്സൺ സനോജ് പയ്യന്നൂരിനൊപ്പം പ്രസാദ് കാളിദാസൻ, കേരള വിഷൻ ന്യൂസ്.